ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോ തളരാതെ ഓടിയിടുവാൻ തിരുകൃപ മതിയെനിക്ക്. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോ തളരാതെ ഓടിയിടുവാൻ തിരുകൃപ മതിയെനിക്ക്. നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. ഈ മരുയാത്രയാതിൽ തിരുകൃപ മതിയെനിക്ക്. ഈ മരുയാത്രയാതിൽ തിരുകൃപ മതിയെനിക്ക്. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിനുറവിടമേ, ആശ്വാസദായകനേ. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിനുറവിടമേ, ആശ്വാസദായകനേ. നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. ഈ മരുയാത്രയാതിൽ തിരുകൃപ മതിയെനിക്ക്. ഈ മരുയാത്രയാതിൽ തിരുകൃപ മതിയെനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോടെ എതിർത്തിടുവാൻ തിരുകൃപ മതിയെനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ഹല്ലേലൂയ, ശത്രുവോടെ എതിർത്തിടുവാൻ തിരുകൃപ മതി. നാഥാ, ഓ നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. ഈ മരുയാത്രയാതിൽ തിരുകൃപ മതിയെനിക്ക്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവോട് പറഞ്ഞ കാര്യം ഉൽപ്പത്തി പുസ്തകത്തിന്റെ 49 അധ്യായത്തിലെ ചില കാര്യങ്ങളാണ്. ഇതിന്റെ ഹെഡിങ്ങില് ഇങ്ങനെ പറയുകയാ,
യാക്കോബിന്റെ അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. യാക്കോബ് തൻ്റെ ഇഹലോക വാസം, ഈ ലോകത്തിലെ വാസം പൂർത്തിയാകുന്ന സമയത്ത് തൻ്റെ മക്കളെ എല്ലാം വിളിച്ച് ചേർത്ത് നിർത്തി അവരെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം, 12 മക്കളെയും ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന സമയത്തെ കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നമ്മളിത് പരിചയത്തുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് ഇല്ലാത്തതും പഴയ കാലത്ത് ഉണ്ടായിരുന്നതുമായ ഒരു വലിയ കാര്യമാണ് ഈ യാക്കോബിന്റെ അനുഗ്രഹത്തിലൂടെ നമ്മൾ കാണുന്നത്. പഴയ കാലങ്ങളിൽ മാതാപിതാക്കൾ കടന്നു പോകുമ്പോൾ മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അവരെ വിളിച്ച് അവരെ ചേർത്ത് നിർത്തി തൻ്റെ ദൈവം ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ശിഷ്ടമുള്ള കാലം, ഭാവി കാലം അനുഗ്രഹപ്രദമായ രീതിയിൽ ഭൂമിയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി അവരെ അനുഗ്രഹിച്ച് കടന്നു പോകുന്ന മാതാപിതാക്കൾ. പഴയ നിയമകാലങ്ങളിലൂടെ ആ ബൈബിൾ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതെല്ലാം ഒത്തിരി നമുക്ക് കാണാനും അറിയാനും പറ്റും. എന്നാൽ ഇന്ന് ഇങ്ങനെ ഒന്നും കാണാനേ ഇല്ല. ഇന്ന് മക്കൾക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹം ആവശ്യമില്ല, മാതാപിതാക്കൾക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹം കൊടുക്കാനും പറ്റുന്നില്ല. രണ്ടിനും കാരണമുണ്ട്. ഇന്നത്തെ മക്കൾക്ക് വേണ്ടത് പൈസ മാത്രമേ വേണ്ടൂ. മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് ലഭിക്കേണ്ട ആഗ്രഹം അല്ലെങ്കിൽ അവകാശം എന്ന് പറയുന്നത് സമ്പത്താണ്, പൈസയാണ് എന്ന് വിചാരിക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തേത്. മാതാപിതാക്കളും മക്കൾക്കായി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അനുഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയും കുറെ സമ്പാദിച്ച് തന്റെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നെട്ടോട്ടം ഓടുക നമ്മൾ. അതെങ്ങനെയായാലും കൊടുക്കാൻ, ഏത് സാഹചര്യത്തിലൂടെ പോയാലും കുഴപ്പമില്ല. കുറെ പൈസ സമ്പാദിച്ച് തൻ്റെയും തൻ്റെ തലമുറകളുടെയും ജീവിതം സന്തോഷപ്രദമാകുന്നതിന് വേണ്ടി നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളെ പോലെ ഉള്ളവര് ഈ ഭാഗം വായിക്കുന്നത് വളരെ അനുഗ്രഹത്തിന് കാരണമാവും. ഒരു വിചിന്തനത്തിന്, പുതിയൊരു ചിന്തയ്ക്ക് ഇത് കാരണമാകും. ഇന്ന് നമുക്കൊരു തിരിച്ചറിവ് ആവശ്യമാണ്. നമ്മളുടെ മക്കൾക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? പഴയ കാലത്തെ മാതാപിതാക്കൾ കൊടുത്തതുപോലെ ദൈവത്തെ ആണോ കൊടുക്കുന്നത്? അതിനുവേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഇന്നത്തെ ജീവിതത്തിൽ ഇതൊക്കെയാണല്ലോ ആവശ്യം, മറ്റൊന്നുമല്ല, സമ്പത്താണ് ആവശ്യമെന്ന് വിചാരിച്ച് അതിനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത്. ഈ സമ്പത്ത് മക്കൾക്ക് കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി ആ തൃപ്തിയിൽ നിന്ന് നമുക്ക് നമ്മുടെ ശിഷ്ടകാല ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുമെന്ന് വിചാരിച്ചായിരിക്കുന്നത്. ഈ സമ്പത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അവൻ്റെ കയ്യിലെ സമ്പത്ത് തീർന്നു കഴിയുമ്പോൾ അവൻ നമ്മളെ തള്ളിക്കളയും. അവൻ ആ മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞിട്ട് അവനോട് പറയും, നിങ്ങൾ എന്തോ തന്നു എന്ന് ചോദിക്കും. എന്നാൽ അവനെ ചേർത്ത് പിടിച്ച് പഴയകാല മാതാപിതാക്കൾ ചെയ്തതുപോലെ ദൈവത്തിന്റെ നാമം പറഞ്ഞ് ദൈവം പറയുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു വിട്ടാൽ നമുക്ക് അതൊരു സന്തോഷത്തിനും അനുഗ്രഹത്തിനും കാരണമാകും. നേരെ തിരുവചനത്തിലേക്ക് വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ യാക്കോബിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ഒന്നിച്ചു കൂടുവിൻ. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു വാക്കാ. അപ്പൻ്റെ അവസാന സമയത്ത് അപ്പം മക്കളെല്ലാം വിളിച്ചു പറയുക, നിങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുവിൻ. എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. ഇതിനൊരു കാരണമുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിന്. തൻ്റെ അവസാന കാലത്തെ കുറിച്ചിട്ടുള്ള അറിവ് ആ അപ്പനുണ്ടായിരുന്നു. ഇന്നത്തെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കോ തങ്ങളുടെ അവസാനത്തെ കുറിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല. ഇവിടെ യാക്കോബിനെ കുറിച്ച് പറയുക, തൻ്റെ അവസാന കാലത്തെ കുറിച്ച് യാക്കോബിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു. ഞാൻ ഈ ലോകത്തിലെ ജീവിതം
കഴിഞ്ഞ് എൻ്റെ സ്വർഗത്തിൽ ദൈവത്തിനടുത്തേക്ക് പോകേണ്ട സമയമായി എന്നുള്ള ജ്ഞാനമുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഈ ജ്ഞാനമില്ല. നമുക്ക് അറിവുണ്ട്, സ്കൂളിൽ പഠിച്ച് കോളേജിൽ പഠിച്ച് ഡിഗ്രി എടുത്ത് ഒരുപാട് കാര്യങ്ങൾ, ഈ ലോകത്തിലെ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് അറിവുണ്ട്. പക്ഷേ അന്ന് ആ പഴയകാല മാതാപിതാക്കൾക്കുണ്ടായിരുന്ന ആ ജ്ഞാനം നമുക്ക് ലഭിച്ചിട്ടില്ല. അത് സ്വർഗത്തിൽ ദൈവം കൊടുക്കുന്ന ജ്ഞാനം. ഇന്ന് നമുക്കാർക്കും ഈ ജ്ഞാനം ആവശ്യമില്ല. നമുക്ക് വേണ്ട ജ്ഞാനമല്ല, നമുക്ക് വേണ്ടത് അറിവാണ്. ആ അറിവ് ഈ ലോകത്തിലെ ജീവിതത്തിന് എങ്ങനെ ഒരാളെ പറ്റിച്ചായാലും കുഴപ്പമില്ല, വെട്ടിച്ചായാലും കുഴപ്പമില്ല, ബുദ്ധിമുട്ടിപ്പിച്ചിട്ടായാലും കുഴപ്പമില്ല, എങ്ങനെയും സമ്പാദിക്കണമെന്ന അറിവ് മാത്രം ഇന്ന് ഉള്ളപ്പോ അന്നത്തെ പിതാക്കന്മാരുടെ അറിവ്, തങ്ങളുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള വ്യക്തമായ കാഴ്ചപ്പാട് സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നും കിട്ടുന്നതാണ്. ഈ അറിവ് ഇന്ന് ലഭിക്കുന്നവൻ അന്നത്തെ പിതാക്കന്മാരെ പോലെ ഭാഗ്യവാൻ. അവൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തൻ്റെ മക്കളെ വിളിച്ച് ചേർത്ത് നിർത്തി അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരം ദൈവം ഒരുക്കി കൊടുക്കും. നമുക്കൊന്നും ഇത് ലഭിക്കുന്നില്ല. കാരണം നോക്കി നിൽക്കുമ്പോൾ ടപ്പേന്ന നമ്മളൊക്കെ കടന്നു പോകുന്നത്. മക്കളെ കാണാൻ പറ്റുമോ? അവർക്ക് പറയാനുള്ള, അവരോട് പറയാനുള്ളതോ, അവർക്ക് പറയാനുള്ളതോ, കൊടുക്കാനുള്ളതോ, വാങ്ങിക്കാനുള്ളതോ ഒന്നിനും അവസരം ഇന്ന് ലഭിക്കുന്നില്ല. നമുക്ക് ഈ ദൈവവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടപ്പോ കർത്താവ് ആഗ്രഹിച്ചിരുന്ന ആ ചങ്ങല പലപ്പോഴും മുറിഞ്ഞു പോവുകയാ. ആ ചെയിനായിട്ടുള്ള പ്രവർത്തനം മുറിഞ്ഞു പോവുകയാ. അനുഗ്രഹിച്ച് ആ അനുഗ്രഹം ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി മാറി കൊടുക്കുന്ന ദൈവ പദ്ധതി ഇന്ന് നടക്കുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കാനുള്ള അവസരം പലപ്പോഴും ലഭിക്കുന്നില്ല. മരിക്കാൻ വേണ്ടി കിടക്കുന്നവരും പറയുന്നത് തങ്ങളുടെ സ്വത്തിനെ കുറിച്ചും കിട്ടാനുള്ളതിനെ പറ്റിയോ കൊടുക്കാനുള്ളതിനെ പറ്റിയോ. എൻ്റെ ദൈവം ഇത്രയും കാലം എന്നെ നടത്തി, ആ ദൈവത്തിന് നന്ദി പറയുന്ന ആ ദൈവം നിന്നെ നടത്തും, നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിന്റെ അവസാനം വരെ ഈ ദൈവത്തെ മുറുകെ പിടിച്ച് നീ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മാതാപിതാക്കളെയെങ്കിലും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ കാണാൻ പറ്റുന്നില്ല. ചുരുക്കം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് തന്നെയില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സാഹചര്യത്തിൽ ഈ വചനഭാഗം വളരെ അർത്ഥമുള്ളതാണ്. യാക്കോബ് തൻ്റെ പുത്രന്മാരെ എല്ലാം വിളിച്ച് ചേർത്ത് നിർത്തിയിട്ട് പറയുകയാ, എനിക്ക് ഭാവിയിൽ നിങ്ങളോട് എന്ത് സംഭവിക്കുമെന്ന് സംസാരിക്കാനുണ്ട്, നിങ്ങളെല്ലാം അടുത്തു വാ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഓരോരുത്തനെ വിളിച്ചു നിർത്തിയിട്ടല്ല പറഞ്ഞത്, എല്ലാവരെയും വിളിച്ചു നിർത്തി. എല്ലാ മക്കളെയും വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അടുത്തോട്ട് വാ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഇന്ന് മാതാപിതാക്കൾ ചെയ്യുന്നത് ഓരോരുത്തനെ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനെ ഉള്ളവനെ മാത്രം വിളിച്ച് ചേർത്ത് നിർത്തി അവനിലെ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അത് കടന്നു പോവുകയാണ് അവർ. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെല്ലാ മക്കളെയും ഒരുപോലെ കണ്ടേ പറ്റത്തുള്ളൂ. ഏത് സ്വഭാവക്കാരനായിക്കോട്ടെ, എല്ലാ മക്കളെയും ഒരുപോലെ കാണുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മക്കളെ എല്ലാം നമ്മൾ ഒന്നുപോലെ കാണണം. അവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തി അവരോട് പറയണം. യാക്കോബ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇതാണ് കൊടുക്കേണ്ട അനുഗ്രഹം എന്ന് പറയുന്നത്. കണ്ടോ, യാക്കോബും നമ്മളും തമ്മില് എന്തോ വ്യത്യാസമാ. യാക്കോബ് ജീവിച്ചിരുന്ന കാലത്തിന്റെ വ്യത്യാസം പോലെ തന്നെയാണ് നമ്മൾ യാക്കോബും തമ്മിലുള്ള വ്യത്യാസം. കാരണം യാക്കോബ് പറഞ്ഞത് എന്താ? നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോകുന്നു. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള അനുഗ്രഹം. എന്തുകൊണ്ടെന്നാൽ ഇത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് തിരുത്തിയാൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ തിരിച്ചു വരാൻ തയ്യാറായാൽ, എന്നെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളുടെയും കൂടെ ഉണ്ടായിരിക്കും. അനുഗ്രഹത്തിനായിട്ട് നിങ്ങളെ നടത്താൻ നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം.
മക്കൾക്ക് കൊടുക്കേണ്ട കാര്യം ഇതാ. നമുക്കൊരിക്കലും ഇങ്ങനൊരു അറിവ് കിട്ടുന്നില്ല. നമുക്കിങ്ങനൊരു അറിവ് എവിടുന്നും കിട്ടുന്നില്ല. ഞാൻ ഈ തിരുവചനമൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, കർത്താവേ, ഇതിനു മുമ്പ് എത്രയോ വചനപ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന ഈ രീതിയിലുള്ള വാക്കുകളൊന്നും ഞാൻ എവിടെയും കേട്ടിട്ടില്ല. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന കൊച്ചു കൊച്ചു വാക്കുകൾ പലപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഇന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയും കുറച്ച് അനുഗ്രഹങ്ങൾ മേടിക്കാൻ വേണ്ടിയാ. എന്റെ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി, അതെന്റെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. എന്നിൽ ലഭിച്ച ദൈവവിശ്വാസം, ആ ദൈവത്തിൽ നിന്ന് ലഭിച്ച ഉപദേശം എന്റെ തലമുറകൾക്ക് പകർന്നു കൊടുക്കപ്പെടുമ്പോൾ നമ്മൾ സുവിശേഷ പ്രവർത്തനത്തിന്റെ, സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമായി മാറുകയാണ്. മോശയുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ കണ്ടതാ. ഇസ്രായേൽക്കാരെ നയിച്ചു കൊണ്ടുവന്ന മോശ, തന്നോട് കർത്താവ് പറഞ്ഞു, മോശേ, നിന്റെ ദൗത്യം അവസാനിക്കാൻ പോവുകയാ. നീ ആ ജനത്തിന് കൊടുക്കേണ്ട ഉപദേശം കൊടുക്കണം. മോശ തന്റെ ആ അത്രയും നാൾ നയിച്ചു കൊണ്ടുവരുന്ന ജനത്തെ വിളിച്ചിട്ട് അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്തിട്ടാ മോശ കടന്നു പോകുന്നത്. ഇതുപോലെ നമ്മളും ചെയ്യണം. നമ്മളുടെ തലമുറകൾക്ക് ദൈവം പറയുന്ന ഉപദേശം കൊടുക്കാൻ പറ്റുന്നവരാകണം. ഇതൊക്കെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കുറെ പൈസ ഉണ്ടാക്കി കൊടുക്കും, അതിനു വേണ്ടി കിടന്ന് നമ്മൾ നെട്ടോട്ട് ഓടുകയാണ്. എന്നിട്ടൊരു സമാധാനവുമില്ല. അവസാനവും ഈ ഭൂമിയിലെ ജീവിതത്തിൽ സമാധാനമില്ല, അവസാനം സമാധാനമില്ല. തിരിച്ച് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും സമാധാനമില്ലാത്തൊരു കാലമാണെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ എത്രയോ വ്യർത്ഥമായി പോവുകയാണ്. ഈ പാഠപുസ്തകം പോലെ, ഒരു പാഠപുസ്തകം പോലെ ഈ തിരുവചനം നമ്മളുടെ കൂടെ കൊണ്ട് നടക്കുകയാണ്. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മളുടെ വീട്ടിൽ ഈ സാധനമുണ്ട്, ഈ പുസ്തകം നമ്മളുടെ കൂടെ ഇരിക്കുകയാ. ദൈവവചനം ആലേഖനം ചെയ്യപ്പെട്ട ഈ വിശുദ്ധ പുസ്തകം. ഒരിക്കൽ പോലും ഇത് വേണ്ട രീതിയിൽ വായിക്കാനോ, കർത്താവിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ ഗ്രഹിക്കാനോ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാനോ തയ്യാറാകാത്തത് കൊണ്ട് ഇന്നും നമ്മൾ നാമമാത്ര ക്രിസ്തീയ വിശ്വാസികളായിട്ട് പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതിന് കാരണമാകണം. യാക്കോബിനെ പോലെ തന്റെ മക്കളെ വിളിച്ചു നിർത്തിയിട്ട് അവരോട് ഉപദേശം പറയുന്നവരായിട്ട് നമ്മൾ മാറണം. പല മാതാപിതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അവര് മക്കളോട് ഉപദേശം പറയത്തില്ല. കാരണം അവർക്ക് പേടിയാ. ഇനി മക്കൾ വല്ലോ ഞങ്ങളെ ചെയ്താലോ എന്നോർത്തിട്ട്, അല്ലെങ്കിൽ പ്രായമായി കഴിയുമ്പോൾ ഈ മക്കൾ ഞങ്ങളെ നോക്കിയില്ലെങ്കിലോ എന്നോർത്തിട്ട് ഭയം കാരണം അവര് മക്കൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നില്ല. ഇനി ആരെങ്കിലും പറയാമെന്ന് വിചാരിച്ചാൽ അത് പറയുന്നില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ച മക്കളോട് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അപ്പനോട് സംസാരിക്കണം. നിങ്ങളുടെ കുടുംബത്തിലെ ജീവിത വിഷയങ്ങൾ കർത്താവ് എനിക്ക് പറഞ്ഞു തന്നു, ഏതാ അപ്പനോടാണ് എനിക്ക് സംസാരിക്കേണ്ടത്. എന്നെ 2-3 പ്രാവശ്യം അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴും ആ അപ്പനോട് അത് പറയാൻ അവർക്ക് ഭയങ്കര ഭയവാ. കാരണം ആ അപ്പന്റെ കൺട്രോളിലാ ആ വീടിരിക്കുന്നത്. അതുകൊണ്ട് ആ വീട്ടിലെ പ്രശ്നങ്ങൾ മാറിയില്ലേലും കുഴപ്പമില്ല, ഈ മക്കൾക്ക് അപ്പനോട് പറയാൻ പറ്റത്തില്ല. ഇതുപോലെ ഇന്ന് പല മാതാപിതാക്കൾക്കും മക്കളോട് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അവരെ ഭയപ്പെട്ട് അവരുടെ കഴിവിന്റെ കീഴിൽ നമ്മൾ താഴ്മയായി നിൽക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഉപദേശം കൊടുക്കാൻ പറ്റുന്നത്? യാക്കോബിനെ പോലെ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ നിൽക്കുന്നവരായിട്ട് നമ്മൾ മാറണം. എങ്കിലേ നമുക്ക് ഉപദേശം കൊടുക്കാൻ പറ്റത്തുള്ളൂ. എങ്കിലേ നമ്മൾക്ക് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് പകർന്നു കൊടുക്കാൻ, തന്റെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവരനുഗ്രഹിക്കപ്പെടുന്നത് കാണണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. വചനത്തിലേക്ക് വരുമ്പോ കർത്താവ് പറയുക, നിങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. അവരെ വിളിച്ചു നിർത്തിയിട്ട് മക്കളോട് യാക്കോബ് പറയുക, നിങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. ഇത് ശ്രദ്ധിക്കാതെ പോകരുത്. ഒന്നാമത്തെ ആളെ വിളിച്ചു, റൂബൻ, നീ എന്റെ കടിഞ്ഞൂൽ പുത്രനാണ്. ഒന്നാമത്തെ ആളെ വിളിച്ചിട്ട് പറയുക, റൂബൻ, നീ എന്റെ കടിഞ്ഞൂൽ പുത്രനാണ്. എന്റെ ശക്തിയിലും എന്റെ പൗരുഷത്തിന്റെയും
ശക്തിയുടെയും പൗരുഷത്തിന്റെയും ആദ്യ ഫലമാണ് നീ. അഹങ്കാരത്തിലും ശക്തിയിലും നീ മുമ്പിൽ തന്നെ. അപ്പം പറഞ്ഞ വാക്ക് കേട്ടോ, നീ എന്റെ മൂത്തപുത്രനാണ്, എന്റെ ശക്തിയും പൗരുഷവും ഒക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്, അഹങ്കാരത്തിലും ശക്തിയിലും നീ മുമ്പൻ തന്നെയാണ്. ഞാനെന്ന ഭാവം നിനക്ക് നിന്റെ കൂടപ്പിറപ്പാ. ശക്തിയും കഴിവും ഒക്കെ ഉണ്ടെന്നുള്ള ധാരണ നിനക്കുണ്ട്. വെള്ളം പോലെ അസ്ഥിരനായ നീ മുൻപനായ വാഴത്തില്ല. വെള്ളത്തെ പോലെ ഒരു സ്ഥിരതയില്ല നിനക്ക്. വെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നവരെ പോലെ ഒരു സ്ഥിരതയില്ലാത്ത ജീവിതം നയിക്കുന്നവരാ നീ. അതുകൊണ്ട് നീ മുൻപനായി വാഴത്തില്ല. എല്ലാവരുടെയും മുൻപനായിട്ട് നീ മാറത്തില്ല. എല്ലാവരുടെയും മുമ്പിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന ഒരു അവസരത്തിലേക്ക് വരത്തില്ല. കാരണം ഈ ഭൂമിയിലെ ജീവിതത്തിൽ ലഭിക്കേണ്ട എല്ലാം നിനക്ക് ലഭിച്ചു. ആ അപ്പന്റെ അതേ പൗരുഷം ലഭിച്ചു, ശക്തി ലഭിച്ചു. പക്ഷെ അഹങ്കാരത്തിൽ നീ മുൻപനായതുകൊണ്ട് വെള്ളം പോലെ നിന്റെ ജീവിതം സ്ഥിരതയില്ലാത്തതായതുകൊണ്ട് മുൻപനായി വാഴത്തില്ല. കാരണം അപ്പം പറയുക, നീ പിതാവിന്റെ കിടക്കയിൽ കയറി അത് അശുദ്ധമാക്കി. എന്റെ ശൈലിയിൽ തന്നെ കയറി നീ എന്നെ ദ്രോഹിച്ചു. നീ അപ്പന്റെ കിടക്ക അശുദ്ധമാക്കി. നീ അപ്പനെ ദ്രോഹിക്കുന്നവനായി മാറി. ശക്തിയും കഴിവും ഉണ്ടെന്ന് പറഞ്ഞ് ഇനി എന്നെ ആരും പഠിപ്പിക്കണ്ട, എല്ലാവരിലും മൂത്തവൻ ഞാൻ, എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് നീ അപ്പനെ തന്നെ ദ്രോഹിക്കുന്നവനായി മാറി. അതുകൊണ്ട് നിനക്ക് വരാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ? നീ ഇവരെല്ലാം മുൻപനാകുന്നതിന് പകരം പിൻപനാകാൻ പോവുകയാ. എങ്ങനെ പറയാൻ പറ്റുമല്ലേ ഇതുപോലൊക്കെയുള്ള ഉപദേശങ്ങൾ? ഞാൻ ഈ ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നവന്റെ വായിൽ നിന്ന് കേൾക്കുന്ന ഉപദേശങ്ങൾ ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലും തറയ്ക്കുന്ന അമ്പുകളെ പോലെയായി മാറുമ്പോൾ, ഇതുപോലെ പറയാൻ പറ്റുന്ന അപ്പന്മാരുണ്ടെങ്കിൽ മക്കള് പലരും നന്നായി പോയേനെ. ഇതുപോലെ വഴി തെളിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ ഇന്നത്തെ പല മക്കളും വഴി തെറ്റിപ്പോകാതിരുന്നേന്. നമ്മൾ പേടിച്ചും ഭയപ്പെട്ടും അവരെ ഡിപ്പെൻഡ് ചെയ്തും നമ്മുടെ തല കുനിച്ച് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവനൊക്കെ പ്രായമായി ഇനി കുഴപ്പമില്ല അവൻ ഇഷ്ടം പോലെ പൊക്കോട്ടെന്നും പറഞ്ഞ് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കൺമുമ്പിൽ പലപ്പോഴും കാണേണ്ട സാഹചര്യം ഒരുക്കുക ഈ മക്കളുടെ നാശങ്ങൾ. അതുകൊണ്ട് യാക്കോബിനെ പോലുള്ള മാതാപിതാക്കന്മാരായിട്ട് നമ്മൾ മാറണം. യാക്കോബിനെ പോലൊരു അപ്പനായിട്ട് മാറണം. മകനെ വിളിച്ചിട്ട്, മൂത്ത മകനെ വിളിച്ചിട്ട് പറയുക, നീ പിൻപനാകാൻ പോവുകയാ, വേണമെങ്കിൽ നന്നായിക്കോ, ഇത് നല്ലൊരു അവസരമാ. ഇത്രയും നാളും പറഞ്ഞതുപോലെയല്ല, എല്ലാം മക്കളുടെ മുമ്പിൽ നിർത്തിയിട്ടാ നിന്നോട് പറയുന്നേ. വിളിച്ചു നിർത്തി സ്വകാര്യമായിട്ടാ പറയുന്നതെങ്കിലുണ്ടല്ലോ, നീ അത് കേട്ടിട്ട് അപ്പനെ തള്ളിയിട്ട് ചിലപ്പോൾ അപ്പനൊന്ന് കൊടുത്തേച്ചിട്ട് പോയേനെ. ഇവന്മാരെ എല്ലാം വിളിച്ചു നിർത്തിയിട്ട് ഇവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവരെല്ലാം കേൾക്കണം, ഈ വാക്ക് നാളെ നിറവേറുമ്പോ സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്കാണ് കേട്ടതെന്ന് ഇവർക്ക് മനസ്സിലാകണം, നിനക്കും തിരിച്ചറിയണം. അതുകൊണ്ട് എല്ലാ മക്കളെയും വിളിച്ചു നിർത്തി അവരുടെ മുമ്പിൽ വെച്ച് പറയുന്നത്, വീണ്ടും പറയുക, നീ അപ്പനെ ദ്രോഹിക്കുന്നവനായി മാറി. അടുത്തവരിലേക്ക് പോവുകയാ. ശിമയോനെയും ലേവിയെയും വിളിച്ചിട്ട് പറയുക, നിങ്ങൾ കൂടപ്പിറപ്പുകളാണ്. നിങ്ങൾ രണ്ടുപേര് കൂടപ്പിറപ്പുകളാ, ഇരട്ടകളെ പോലെയാ നിങ്ങൾ രണ്ടുപേരും. എല്ലാ കാര്യത്തിനും സാമ്യമാ. നിങ്ങൾ എല്ലാ പ്രവൃത്തിയും ഒരുപോലെയാ, ഇരട്ടകളെ പോലെയാ. അവരുടെ വാളുകൾ അക്രമത്തിന്റെ ആയുധങ്ങളാ. എന്നിട്ട് അവരോട് പറയുക, നിങ്ങളുടെ വാളുകൾ അക്രമത്തിന്റെ ആയുധങ്ങളാ. നിങ്ങളെ പോക്ക് ശരിയല്ല. നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരുപാട് അക്രമത്തിന്, ഒരുപാട് പേരെ ദ്രോഹിക്കുന്നതിന് നിങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇത് സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നിത് പറഞ്ഞു തരുന്നത്, ഇന്ന് ഇതിന്മേൽ നിങ്ങളൊരു മാറ്റം കൊണ്ടുവരണം. വീണ്ടും പറയുക, അവരുടെ ഗൂഢാലോചനകളിൽ എൻ്റെ മനസ്സ് പങ്ക് കൊള്ളാതിരിക്കട്ടെ. അവരുടെ സമ്മേളനത്തിൽ എൻ്റെ ആത്മാവ് പങ്ക് ചെല്ലാതിരിക്കട്ടെ.
എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യരെ കൊന്നു, ക്രൂരതയിൽ അവർ കാളകളുടെ കുതികാൽ വെട്ടി. അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ. ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കും, ഇസ്രായേൽ ചിതറിക്കും. പറയുക കേട്ടോ, അപ്പനാ പറഞ്ഞ മക്കളെ കുറിച്ചാ പറയുന്നത്. നിങ്ങളുടെ ക്രോധത്തിൽ നിങ്ങളുടെ വാളിനെ മൂർച്ച കൂട്ടി ഒരുപാട് പേരെ ദ്രോഹിക്കുന്നവരായി മാറി. കഴുതകളെയും നിങ്ങൾ അവരുടെ കാലിന്റെ കുതികാൽ വരെ വെട്ടുന്നവരായി മാറി. കഴുത പലപ്പോഴും ചുമക്കുന്നവനാ, സഹായിക്കുന്നവരാ, നമുക്ക് വേണ്ടി സഹായമായിട്ട് നിൽക്കുന്ന, അതിനെ വരെയും ദ്രോഹിക്കുന്നവർ, തങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ, ഉപകാരം ചെയ്യുന്നവർ, ഉപദ്രവിക്കുന്നവരെല്ലാം ദ്രോഹിക്കുന്നവരാ. നിങ്ങൾ ഗൂഢമായ ആലോചന നടത്തുന്നവരാ. അപ്പം പറയുക, എനിക്കിതിൻ്റെ അകത്തൊന്നും പങ്കില്ല. നിങ്ങൾ ചെയ്യുന്ന ഗൂഢാലോചനയിൽ ഒന്നും എനിക്ക് പങ്കില്ല. നിങ്ങൾക്ക് വരാൻ പോകുന്നത്, നിങ്ങൾ ശപിക്കപ്പെട്ടവരായി മാറും. ഉഗ്രമായ കോപവും ക്രോധവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും സ്വർഗത്തിൽ നിന്ന്. യാക്കോബിൽ നിങ്ങളെ വിഭജിക്കും, ഇസ്രായേലിൽ നിങ്ങൾ ചതറിക്കപ്പെടും. നിങ്ങൾ ഒന്നായിട്ട് ജനിച്ചവരാ, പക്ഷെ നിങ്ങൾ വിഭജിക്കപ്പെടാൻ പോവുകയാ, നിങ്ങൾ ചതറിക്കപ്പെടാൻ പോവുകയാ. അതിന് ഒരവസരം ദൈവം ഇന്ന് നിങ്ങൾക്ക് തരികയാ. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ഇന്നേലും നിങ്ങളുടെ വാളിന്റെ മൂർച്ച കൂട്ടി മറ്റുള്ളത് ദ്രോഹിക്കുന്ന നാക്കുകൊണ്ടോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇടപെടലുകൊണ്ടോ ഇടപാടുകൊണ്ടോ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന പണികൾ നിങ്ങൾ ഇന്ന് നിർത്തിയില്ലെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടുമ്പോൾ നിങ്ങൾക്ക് നല്ല ശക്തി ഉണ്ടെന്ന നിങ്ങളുടെ ധാരണ. അത് വെച്ച് നിങ്ങൾ ഒരുപാട് പേരെ നല്ലതായിട്ട് ദ്രോഹിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നിങ്ങളുടെ വാക്ക് കേട്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വേണ്ടാത്തത് വേണ്ടത് പറഞ്ഞ് മറ്റുള്ള പലരെയും നിങ്ങൾ അവരുടെ ജീവിതത്തെ ശക്തമായി വേദനിപ്പിച്ചിട്ടുണ്ട്. ഇന്നും കരയുന്നവരും കണ്ണുനീർ വാർക്കുന്നവരും ഉണ്ട് നിങ്ങളുടെ പ്രവൃത്തി മൂലം. അതുകൊണ്ട് കർത്താവ് പറയുകയാ, യാക്കോബ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇന്ന് ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇതൊരു അവസാന ചാൻസാ ദൈവം തരുന്നത്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരികയാ, നിങ്ങൾ മാറേണ്ട സമയമായി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ദൈവത്തിന്റെ കോപവും ക്രോധവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാ. ഇസ്രായേലിനെ വിഭജിക്കപ്പെടുന്നത് പോലെ നിങ്ങൾ രണ്ടുപേരെയും ദൈവം വിഭജിക്കും. മാത്രമല്ല, നിങ്ങൾ ചിതറിക്കപ്പെട്ടവരായി മാറും. നിങ്ങൾ തലമുറകൾ ചിതറിക്കപ്പെട്ടു പോകും, അനുഗ്രഹിക്കപ്പെടത്തില്ല. എത്രയോ ശക്തമായ വാക്കുകൾ. ഞാൻ വീണ്ടും പറയുക, ഇതുപോലെ ഒരു അപ്പൻ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു അപ്പനുണ്ടെങ്കിൽ അതിൽ പരം ഒരു ഭാഗ്യം ഈ ഭൂമിയിൽ വേറെ ലഭിക്കാനില്ല. വീണ്ടും പറയുക, അടുത്തയാളെ യാക്കോബ് വിളിച്ചു, യൂദാ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. യൂദാനെ വിളിച്ചിട്ട് പറയുക, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. അതിനുള്ള അവസരം നീ ഉണ്ടാക്കും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നീ കടന്നു പോകുന്ന വഴികളിൽ ശത്രുക്കൾ നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. നിന്റെ പിതാവിന്റെ പുത്രന്മാർ നിന്റെ മുമ്പിൽ കുമ്പിടും. മറ്റു പുത്രന്മാർ വന്ന് നിന്നെ കുമ്പിടുന്നതിന് ദൈവം ഇടവരുത്തും. എൻ്റെ മകനെ, യൂദാ, നീ ഒരു സിംഹക്കുട്ടിയാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് യൂദായോട് പറയാൻ കാരണമെന്നറിയോ? യൂദാ ഒരു സിംഹക്കുട്ടിയാ. ഇരയെ കയ്യിൽ കിട്ടിയപ്പോഴും അവൻ ആ ഇരയെ ഉപദ്രവിക്കാതെ തിരിച്ച് മാറി നിൽക്കുകയാണ്. ഒരു സിംഹക്കുട്ടിയുടെ കയ്യിൽ കിട്ടുന്ന ഇരയെ ഒരിക്കലും സിംഹക്കുട്ടി അതിനെ തകർക്കാതെ കടിച്ചു കീറാതെ പോകത്തില്ല. ഇവിടെ യൂദാനെ കുറിച്ചിട്ട് യാക്കോബ് പറയുക, നീ ഒരു സിംഹക്കുട്ടിയാ. നിന്റെ കയ്യിൽ ഒരു ഇരയെ കിട്ടി, പക്ഷെ നീ അതിനെ ഉപദ്രവിച്ചില്ല. നീ അതിനെ ഉപദ്രവിക്കാതെ നീ തിരിച്ചു പോന്നു. അതുകൊണ്ട് നീ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറും. നിന്റെ എതിരാളികൾ നിന്റെ മുമ്പിൽ കീഴ്പ്പെടും. സഹോദരങ്ങൾ നിന്നെ റെസ്പെക്ട് ചെയ്യും. മാത്രമല്ല, വീണ്ടും പറയുക, അവൻ ഒരു സിംഹത്തെ പോലെയും സിംഹയെ പോലെയും പതുങ്ങിക്കിടക്കുന്നു, വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും?
അവന് യൂദായുണ്ടല്ലോ ഒരു സിംഹത്തെ പോലെയും ഒരു സിംഹിയെ പോലെ പതുങ്ങി കിടക്കുകയാ. നമുക്കറിയാം, സിംഹത്തെ കാണുമ്പോൾ നമുക്കെല്ലാം ഭയവാ. അവൻ എപ്പോൾ എണീക്കും അറിയില്ല, എണീറ്റാൽ തീർന്നു. എന്നാൽ അവനങ്ങനെ പതുങ്ങി കിടക്കുമ്പോൾ ശാന്തനായി കിടക്കുന്ന പോലെ കിടക്കുകയാ. ഇവിടെ യൂദായെ കുറിച്ച് പറയുക, ആർക്കും അവനെ ഉണർത്താൻ പറ്റുന്നില്ല. അവൻ ശാന്തനായി കിടക്കുകയാ. അവന്റെ ശാന്തത മാറ്റാൻ ഒരു ആൾക്കും പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാലോ, ഒരു കൊച്ചു കാര്യം മതി, നമ്മുടെ ശാന്തതയെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എവിടെ പോയെന്ന് കാണത്തില്ല. നമ്മൾ സിംഹമൊന്നുമല്ല, എന്നാൽ സിംഹത്തെക്കാട്ടിലും വലിയ കാര്യങ്ങളാ നമ്മൾ അവിടെ കിടന്ന് പിന്നെ കാട്ടിക്കൂട്ടുന്നത്. നമ്മുടെ വാക്കുകളും മുരൾച്ചകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ കണ്ട സിംഹം തോറ്റുപോകുന്ന പ്രവൃത്തികളാ. ഇവിടെ യഥാർത്ഥ സിംഹം ആര് നോക്കിയാലും അതിനെ ഉണർത്താൻ പറ്റുന്നില്ല. ജീവിതത്തിൽ എന്ത് വിഷയം ഫേസ് ചെയ്യേണ്ടി വന്നാലും യൂദാ ഒരു പതുങ്ങിക്കിടക്കുന്ന, ശാന്തമായി കിടക്കുന്ന ഒരു സിംഹത്തെ പോലെയാ. ഏത് വിഷയവും അവന്റെ മുമ്പില് ഒരു വിഷയമല്ല. യഥാർത്ഥ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവന്റെ പ്രവൃത്തിയാ ദൈവോട് പറഞ്ഞു തരുന്നത്. ഏത് പ്രയാസം മുമ്പിൽ വന്നാലും അതിനെ നോക്കി താഴ്മയോടെ ദൈവസന്നിധി നിൽക്കുന്നവനെ പോലെ യൂദാ. യാക്കോബിന്റെ വാക്കുകൾ എത്ര ശക്തമാ! എൻ്റെ കർത്താവേ, ഞങ്ങളുടെയൊക്കെ ഇന്നത്തെ ജീവിതം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തോ അന്തരവാ കർത്താവ്. ഞാനിതൊക്കെ ഓർക്കുക. ഈ വാക്കുകൾ കർത്താവ് എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ വാക്കുകൾ ദൈവത്തിന് എത്രയോ വ്യത്യസ്തമായ ജീവിതശൈലി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേൾക്കുന്ന വാക്കുകൾ ഒന്ന് പരിശോധിക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ആ ഹൃദയത്തിൽ എത്രയോ അകലെയാ. യഥാർത്ഥ സിംഹമാണെങ്കിലും കയ്യിൽ കിട്ടിയതിനെ ഒന്ന് കടിച്ചു കയറാ, അതിനെ ആ കയ്യിൽ നിന്ന് വിട്ടയക്കുന്ന ഒരു സിംഹത്തെ എവിടെ കാണാൻ പറ്റും? ഈ യൂദായിലല്ലാതെ വേറെ ആരിലും കാണാൻ പറ്റത്തില്ല. നമുക്കൊക്കെ ഒരു അവസരം കിട്ടിയാൽ മറ്റുള്ളവർ ദ്രോഹിക്കുന്നവരാ നമ്മൾ. രണ്ട് കുറ്റമെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അത് പറഞ്ഞ് സന്തോഷത്തോടെ കിടന്നുറങ്ങണമെന്ന് വിചാരിക്കുന്നവരാ നമ്മൾ. എന്നാൽ യൂദായനെ പോലെ ആവുക എന്നത് എത്രയോ പ്രയാസമുള്ള കാര്യവും. അതിന് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ ആകുന്നവരെ കുറിച്ചാ അപ്പം പറഞ്ഞത്, നീ ഭാഗ്യവാനാ, നിന്റെ സഹോദരന്മാരെല്ലാം നിന്നെ പുകഴ്ത്തും, അവരെല്ലാം നിന്റെ മുമ്പിൽ വന്ന് കുമ്പിടും. കാരണം നിന്റെ മുമ്പിൽ കിട്ടിയ ഇരയെ ഒന്നും നീ ദ്രോഹിച്ചില്ല. നീ ഒരു സിംഹക്കുട്ടി, നിനക്ക് കഴിവുണ്ടായിരുന്നു, എന്നിട്ടും അതൊന്നും ഉപയോഗിക്കാതെ നീ പതുങ്ങിക്കിടക്കുകയാ. കണ്ടാ സിംഹമാ. പലരും പല രീതിയിൽ പ്രകോപിച്ചു നോക്കി, എങ്ങനെയായാലും ഒന്ന് ഇവനെ ഉണർത്താവോ എന്ന്. രണ്ടുപേർക്ക് ഒരു ഉപദ്രവം ഇവനെ കൊണ്ടുണ്ടായാൽ, ഇവന്റെ ആത്മീയ ജീവിതത്തെ ഒന്ന് മുറിപ്പെടുത്തിയാൽ, ഇവനും ദൈവവുമായിട്ടുള്ള കണക്ഷനിൽ ഒരു വിള്ളൽ വരുത്താൻ പറ്റുമോ എന്ന് പല രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ ആർക്കും സാധിക്കുന്നില്ല. അവൻ ദൈവത്തിന്റെ പുത്രനായി ജീവിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും പറയുകയാ, യാക്കോബ് പറയുക, ചെങ്കോൽ യൂദായെ വിട്ടു പോകത്തില്ല, അതിന്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവന്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല, ജനതകൾ അവനെ അനുസരിക്കും. കണ്ടോ, ആ രാജസിംഹാസനത്തിന്റെ ചെങ്കോൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം, അത് അവരിൽ എന്നും നിലനിൽക്കും. യഥാർത്ഥത്തിൽ അത് ഏറ്റെടുക്കേണ്ടവൻ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് വരെയും ഇവരുടെ തലമുറകളോളം അതിവരിൽ നിലനിൽക്കും. ഒരിക്കലും ആ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ പോകത്തില്ല. കാരണം അവൻ എളിമതയിൽ ജീവിക്കുന്നവനാ. കഴിവുണ്ടായിട്ടും ശക്തി ഉണ്ടായിട്ടും മറ്റുള്ളവരെ, സഹോദരങ്ങൾ തന്നെ ആ ബഹുമാനിക്കുന്നവനായിട്ടും അവൻ എളിമതയിൽ ജീവിക്കുന്നവനാ. അവിടെ പറഞ്ഞത്, ദൈവം തന്ന ആ ചെങ്കോൽ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. കാരണം നിന്നിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ട്, തലമുറകളോളം അത് നിലനിൽക്കും. വീണ്ടും പറയുക, അവൻ തൻ്റെ കഴുതയെ മുന്തിരി വള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരി ചെടിയിൽ കെട്ടിയിടും, തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരി ചാറിലും കഴുകും. അവന്റെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് പറയുകയാ, അവൻ ദൈവം ഉയർത്തി നടത്തും. മറ്റുള്ളവർ ചിലപ്പോൾ പരിഹസിച്ചേക്കാം, എന്നാൽ ദൈവം അവനെ ആത്മീയമായി ഉണർന്നു നിൽക്കുമ്പോൾ അവന്റെ ഭൗതിക ജീവിതത്തിലും ദൈവം അവനെ ഉണർത്തി നടത്തും. വീണ്ടും പറയുക, അവന്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമന്നും
പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. എത്ര മനോഹരമായ ഒരു ഉദാഹരണമാണ്. യൂദായുടെ കണ്ണുകള് വീഞ്ഞിനേക്കാൾ ചുമന്നിരിക്കും. കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അവനെല്ലാം കാണും. തൻ്റെ സ്വർഗത്തിലെ ദൈവം കാണുന്നത് പോലെ ആ കണ്ണുകൊണ്ട് എല്ലാം കാണും. മറ്റുള്ളവർ ചിലപ്പോൾ പറഞ്ഞേക്കാം അവൻ വീഞ്ഞു കുടിച്ചിട്ട് അവൻ്റെ കണ്ണങ്ങനെ ചുമന്നിരിക്കുന്നതെന്ന്. എന്നാൽ അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വീഞ്ഞിനെക്കാളും വലിയൊരു ലഹരിയാണ് അവന് ലഭിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അവന്റെ ജീവിതത്തെ വലിയൊരു ലഹരിയാക്കി മാറ്റി. അതവന്റെ കണ്ണുകൾ ചുമന്ന് ഇരിക്കുന്നു. വീഞ്ഞിനെക്കാട്ടൊരു ചുമപ്പ. ചില സമയങ്ങളിൽ അവന്റെ ഹൃദയത്തിൽ ആ ദൈവസ്നേഹം നിറയുമ്പോൾ അവന്റെ കണ്ണുകൾ കരയുന്നുണ്ടാവാം, കലങ്ങുന്നുണ്ടാകാം. ഈ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ അവന്റെ പല്ലുകള് എന്ത് വെളുപ്പ. അങ്ങനെ പറയുന്നത് അവന്റെ പല്ലുകൾ പാലിനേക്കാൾ വെളുത്തിരിക്കും. കാരണം ഒരു കറയും ആ പല്ലിനില്ല. ആവശ്യമില്ലാത്ത ഒന്നും തിന്നാൻ പോകത്തില്ല. ആവശ്യമില്ലാത്തവരെ ഒന്ന് കടിച്ചു കീറാൻ പോകത്തില്ല. സിംഹക്കുട്ടിയാ. ഒരു സിംഹക്കുട്ടി എത്രയോ ഇരകളെ കടിച്ചേക്കാം. മറ്റൊരാളുടെ ഒരു രക്തത്തിന്റെ ഒരു മയം പോലും അവന്റെ പല്ലിലില്ല. വേറൊരാളുടെ വേദനയുടെ ഒരു സാന്നിധ്യം പോലും അവന്റെ പല്ലിനെ എഫക്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ നിർമ്മലമായ ഒരു ജീവിതം. യൂദായെ പോലെ ഭാഗ്യവാൻ. അതുപോലെ നിർമ്മലമായ ഒരു ജീവിതം. അവന്റെ പല്ലുകൾ പാലിനേക്കാൾ വെണ്മ. അവന്റെ ജീവിതം, ആ വ്യക്തിയെ കർത്താവ് പറഞ്ഞ ആ ഉദാഹരണം എത്രയോ ആഴത്തിലുള്ളതാ. നമ്മളെ കുറിച്ചൊക്കെ കർത്താവ് ഇത് പറഞ്ഞ നമ്മുടെ കണ്ണുകൾ കാണുമ്പോൾ കർത്താവ് പറയും ഇങ്ങോട്ട് നോക്കണ്ട, കാരണം ആ കണ്ണിലെല്ലാം മാലിന്യം അടിഞ്ഞിരിക്കുകയാ. പല്ല്, ആ വാ നിങ്ങൾ തുറക്കരുത്, കാരണം ആ വായിൽ നിന്ന് ദുർഗന്ധം വരികയാ. പല്ല് നിറയെയും കറയാ. കാരണം എന്താണെന്നറിയാമോ? ആവശ്യമില്ലാത്ത എല്ലാം കടിച്ചും പറിച്ചും മറ്റുള്ളവനെ വേദനിപ്പിച്ചും ദ്രോഹിച്ചും നമ്മുടെ പല്ലുകളെല്ലാം കറ നിറഞ്ഞതും കണ്ണുകള് ഒരുപാട് ചേർന്നിറഞ്ഞതുമായ ഒരു സാഹചര്യമായിരിക്കാം കർത്താവ് നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മളെ കാണുന്നത്. കർത്താവ് ഇത് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. യൂദായെ പോലെ ആകാൻ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മളോട് കർത്താവ് പറയുകയാ, നിങ്ങൾ യൂദായെ പോലെ ആകണം. ഇരകളെ കൈ കിട്ടിയാൽ അത് ഉപദ്രവിക്കരുത്. ചിലപ്പോ അവൻ നമ്മളെ ഉപദ്രവിക്കാൻ വന്നതായിരിക്കാം, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഉപദ്രവിക്കുന്നവരാകരുത്. ദൈവരാജ്യത്തെ പ്രതി ആരൊക്കെ എന്തൊക്കെ വേദനിപ്പിച്ചാലും നമ്മളെ മുറിവേൽപ്പിച്ചാലും പ്രകോപിപ്പിച്ചാലും ഒരിക്കലും നമുക്ക് പറയാൻ വാക്കുണ്ട്. രണ്ട് പറയാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ കർത്താവിൻ്റെ മക്കളായതുകൊണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട്, ഞാനൊരു ദൈവമകനാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഒരിക്കലും ആ വഴിയിലൂടെ ഞാൻ പോകത്തില്ല. ചെങ്കോലും കിരീടവും എൻ്റെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കപ്പെടണം. കർത്താവ് പറയണം, നമ്മളെ നോക്കിയിട്ട് നിന്റെ കണ്ണുകൾ ആ യൂദായുടെ കണ്ണ് പോലെ വീഞ്ഞിനേക്കാൾ ചുമപ്പുള്ള കണ്ണുകളാ. അവിടെ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുകയാ. കർത്താവിൻ്റെ ഇഷ്ടമാ അത്. നിന്റെ പല്ലുകൾ എത്രയോ വെണ്മയുള്ളതാണ്. നിന്റെ ഹൃദയം പോലെ തന്നെ നിന്റെ പല്ലുകൾ വെണ്മയുള്ളതാണ്. മറ്റുള്ളവരുടെ ഒരു കറയും ആ പല്ലിൽ പറ്റിയിട്ടില്ല. മറ്റുള്ളവരുടെ ഒരു വേദനയും നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ കണ്ണിലെ ഒരു ചെളിയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് കണ്ണും പല്ലുമൊക്കെ മനോഹരമാ. സ്വർഗത്തിൽ ദൈവം പറയുന്നത് പോലെ. ഇത്ര ശക്തമായ വാക്കുകൾ കർത്താവേ. വീണ്ടും നമുക്ക് അടുത്ത വ്യക്തിയിലേക്ക് പോകാം. അടുത്തത് സെബൂൽ. യാക്കോബ് സെബൂലിനെ വിളിച്ചിട്ട് പറയുക, കടൽ തീരത്ത് വസിക്കും, കപ്പലുകൾക്ക് അഭയകേന്ദ്രമാകും, സീദോനായിരിക്കും അവൻ അതിർത്തി. അവനോട് പറയുക, സെബൂലെ നീ നിന്നോട് പറയാനുണ്ട്. എല്ലാവരുടെ കേൾക്കെ പറയുക, നീ കടൽ തീരത്ത് വസിക്കും. കപ്പലുകൾ നിന്റെ അടുത്ത്, നീ വസിക്കുന്ന കടൽ തീരത്ത് വന്ന് അഭയം പ്രാപിക്കും. എപ്പോഴും നിന്റെ കണ്ണ് കച്ചവടത്തിലായിരിക്കും. എങ്ങനെയാലും 4 കാശ് കച്ചവടത്തിലൂടെ ഉണ്ടാവണം. കടൽ തീരത്ത് ഒരു തുറമുഖമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇരിക്കുക. ബിസിനസ് വരുന്നവരും പോകുന്നവരും എല്ലാം അവിടെ കയറണം. ഒരു പ്രത്യേകത എന്താണെന്നറിയോ?
പല രാജ്യത്ത് നിന്ന്, പല ദേശത്ത് നിന്ന്, പല തരത്തിലുള്ള ആൾക്കാര് പലതരത്തിലുള്ള വിഭവങ്ങളുമായിട്ട്, ചരക്കുകളുമായിട്ട് ഈ കടൽ തീരത്ത് വരും. കുറെ കൊടുക്കൽ വാങ്ങൽ അവിടെ നടക്കും. നമ്മുടെ വിശുദ്ധി അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പറ്റുന്ന കാര്യമാണ്. ഒരു ദൈവവിശ്വാസി സൂക്ഷിക്കേണ്ട ജീവിത നിലവാരം സൂക്ഷിക്കാത്തത് സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നതാ. ഒരുപാട് ആൾക്കാരുമായിട്ട് ആവശ്യമില്ലാത്തതും ഉള്ളതുമായിട്ട് ഇടപാടുകളിലും നിൽക്കുമ്പോൾ നമ്മൾ സെബൂലിനെ പോലെ ഒരു കടൽ തീരം പോലെയാ, തുറമുഖം പോലെയാ. ആവശ്യമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ വരാം. കപ്പൽ അവിടെ നിർത്താം. അവന്റെ എല്ലാ കാര്യങ്ങളും അവിടെ വരാം. ചരക്ക് ഇറക്കാം, ചരക്ക് കയറ്റാം, കൊടുക്കാം, വാങ്ങാം എന്ന് വേണ്ട സകല കാര്യങ്ങളും നടക്കും. പക്ഷേ പേരും പ്രശസ്തിയും ഉണ്ടാകും. അവിടെ ഒരു നല്ല തുറമുഖമുണ്ട്. അവിടെ ചെന്നാൽ കപ്പൽ അവിടെ നിർത്താം. ആവശ്യമുള്ളതൊക്കെ അവിടെ നിന്ന് കിട്ടും. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സന്തോഷിക്കാനും ഉല്ലസിക്കാനും ഉള്ള എല്ലാ വഴിയും അവിടെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ ആണല്ലോ. ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബിസിനസ്സുമായിട്ട് വരുന്ന ആൾക്കാരെ എത്ര ദിവസം അവിടെ പിടിച്ചു നിർത്താം, അതിനുവേണ്ട എല്ലാ അവസരങ്ങളും ഒരുക്കുക ഇന്നത്തെ കാലത്ത് ആൾക്കാർ ബിസിനസ് വർദ്ധിപ്പിക്കുന്നത്. അതിന് ദൈവികമല്ലാത്തത് എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. ആൾക്കാർ വരണം, ബിസിനസ് വർദ്ധിക്കണം. അതൊരു സെബൂലിനോട് യാക്കോബ് പറയുകയാണ് വിളിച്ചിട്ട്, മോനെ, നീ കടൽ തീരത്ത് വലിയൊരു തുറമുഖം പണിയുന്നവനായി മാറും. കപ്പലുകൾ പല രാജ്യത്തു നിന്ന് വരും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, നീ ശ്രദ്ധയുള്ളവനായിരിക്കണം. നീ അതിർത്തി പങ്കിടുന്നത് സീദോനോട് നീ അതിർത്തി പങ്കിടും. എന്നാൽ നിനക്ക് ഒരു അതിർത്തി സ്വർഗത്തിലെ ദൈവം തന്നിട്ടുണ്ട്. ആ അതിർത്തി നിന്റെ ജീവിതത്തിൽ വേണം. ആരൊക്കെ ഏതൊക്കെ ബിസിനസ്സുമായിട്ട് നിന്റെ അടുത്ത് വന്നാലും കുഴപ്പമില്ല. സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ച ഒരു അതിർത്തി നമുക്ക് ആവശ്യമാണ്. ഏത് ആൾക്കാർ വന്നോട്ടെ, ഏത് ദേശത്ത് നിന്ന് വന്നോട്ടെ, നമുക്ക് ഒരു അതിർത്തി ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ നിലനിൽപ്പിന് എനിക്കൊരു അതിർത്തി ദൈവം തന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരിക്കലും പോകരുത്. കർത്താവ് എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൻ്റെ ഉപദേശങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്. ഇതുപോലെയുള്ള അപ്പന്മാരെ കിട്ടുന്ന മക്കൾ എത്രയോ ഭാഗ്യവാന്മാരാ. അങ്ങനെയുള്ള അപ്പന്മാരായിട്ട് നമ്മൾ മാറണമെങ്കിൽ സ്വർഗത്തിലെ ദൈവവുമായിട്ട് നമുക്കൊരു കൂട്ട് വേണം. അപ്പോഴേ മക്കളെ വിളിച്ചു നിർത്തിയിട്ട് മരിക്കുന്ന മുമ്പ് ഇതുപോലുള്ള ഉപദേശം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനിയും വരും ദിവസങ്ങളിൽ മറ്റു മക്കളെ കുറിച്ചൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.